ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഗ്യാസ് കത്തിക്കാൻ ഉപയോഗിക്കുന്ന ലൈറ്ററാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു മടലാട്ടോ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തടി വേണമെങ്കിലും ഉപയോഗിക്കാം. ഇത് നമുക്കൊരു 2 പീസായിട്ട് മുറിച്ചെടുക്കണം. ഇനി ഒരു ചെറിയ പീസും കൂടെ മുറിച്ചെടുക്കണം. ഈ പീസ് ഞാൻ കുറച്ച് ചരിച്ചാണ് കട്ട് ചെയ്യുന്നത്. ഇതേപോലെ അതിൻ്റെ മറു സൈഡും അതേപോലെ തന്നെ ഒന്ന് ചരിച്ച് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചീകി ലെവലാക്കണം. ഇതേപോലെ കത്തി വെച്ചിട്ട് ചുറ്റിൽ ഉപയോഗിച്ച് നമുക്ക് അടിച്ച് ലെവലാക്കി എടുക്കാം. മടലായതുകൊണ്ട് തന്നെ കറക്റ്റ് ലെവലിൽ കിട്ടും. കട്ട് ചെയ്തെടുത്താൽ ഇതേപോലെ ഇതിൻ്റെ ഒരു സൈഡ് ഈ രീതിയിൽ തന്നെ കിട്ടി കേട്ടോ. ഇതേപോലെ ഒരു ചാല് പോലെ കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ കട്ട് ചെയ്ത് കളയുന്നില്ല. ഇനി ഇതേപോലത്തെ ഒരു ചെറിയ പട്ടികയിൽ എടുത്തിട്ടുണ്ട്. ചെറിയ പട്ടിയല്ല കേട്ടോ. ഇനി ഇതും ഒരു ചെറിയ പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത് ഇത്രയുള്ളൊരു പീസ്. ഈ രീതിയിലാട്ടോ നമ്മൾ വെക്കാൻ പോകുന്നത്. ഇവിടെ ഇനി ഒന്ന് അടയാളം ചെയ്ത് കൊടുക്കാം. ഈ 2 സൈഡും ഈ പീസ് ഈ ഭാഗത്താണ് വരുന്നത്. അപ്പോൾ ആ ഭാഗത്ത് നമുക്കൊരു ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കണം. സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചാട്ടോ ഞാൻ അതിനകത്ത് ഹോൾ ഇടുന്നത്. ആ തടി കയറാൻ പരുവത്തിനുള്ളൊരു ഹോള് ഉണ്ടാക്കിയാൽ മതി. മടലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഈ തടിയും കൂടെ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കണം, എന്നാലേ അതിനകത്ത് കയറത്തുള്ളൂ. ഈ തടിയുടെ ചുറ്റിനും ഈ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് കത്തി ഉപയോഗിച്ച് ഈ രീതിയിലൊന്ന് കട്ട് ചെയ്താൽ മതി. നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചുറ്റിനും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഇച്ചിരി ലൂസായിട്ടിരിക്കണം. ഒരുപാട് ടൈറ്റ് വേണ്ട, കുറച്ച് ലൂസായിട്ടിരിക്കണം. ഈ രീതിയിലാട്ടോ ഇരിക്കുന്നത്. ഇനി ഈ ഒരു സൈഡ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളൊരു പഴയ ലൈറ്ററാട്ടോ എടുത്തേക്കുന്നത്. ഈ ഒരു സാധനം മാത്രം മതി നമുക്ക്. ഇതിൻ്റെ വയറിൻ്റെ കുറച്ച് ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇത്രയും കമ്പി വെളിയിലോട്ടിരിക്കണം. ഇതാട്ടോ ഈ ലൈറ്ററിൻ്റെ ഈ ഒരു ഭാഗം നമുക്ക് ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കണം. ഈ പിടിക്കകത്തോട്ട് ഇത്രയും കയറണം അതിനകത്തോട്ട്. അത് നമുക്ക് സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് തന്നെ ഒരു ചെറിയ ഹോൾ ഉണ്ടാക്കി കൊടുക്കാം. ഹോൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ആ ചെറിയ തടിയുടെ പീസിനകത്തും ഇതേപോലെ ചെറിയൊരു ഹോൾ ഉണ്ടാക്കി കൊടുക്കാം. ഇതേപോലെ ആണി ഉപയോഗിച്ച് നമുക്കത് അടിച്ചു കൊടുക്കാം. ഈ ഒരു രീതിയിൽ ഇരിക്കണം കേട്ടോ. കുറച്ച് ലൂസായിട്ട് ഇരിക്കുന്നുണ്ട് ഇതേപോലെ. ഇനി ഇതിനകത്തോട്ട് നമുക്കൊരു വയറും കൂടെ സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇത് വയറല്ല, കമ്പിയാട്ടോ. ആ ലൈറ്ററിൻ്റെ അതിനകത്ത് വരുന്ന അതേപോലത്തെ കമ്പി തന്നെയാണ്. ഇത്രയും നീളത്തിലാണ് വയറെടുത്തേക്കുന്നത്. ഇതേപോലെ വെച്ച് കൊടുത്താൽ നല്ല ടൈറ്റായിട്ട് നിൽക്കണം. ഇത് ഈ രീതിയിലാണ് വരുന്നത്. നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇരിക്കണം. അത് മുട്ടിയിരിക്കണം നമ്മൾ വെച്ച ആ കാഞ്ചിക്കകത്ത്. ഇനി വയറ് നമുക്ക് ഇതുവഴി കൂടെ ഒരു ഹോൾ ഇട്ട് ഇപ്പുറത്തോട്ട് ആക്കണം. ഇപ്പുറത്തെ സൈഡ് വരണം. നമുക്കൊരു കത്രിക വെച്ച് ഒരു ഹോൾ ഉണ്ടാക്കി കൊടുക്കാം. ഹോൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വയറിട്ട് കൊടുക്കാം. ഞാൻ ഒരു കമ്പി എടുത്തിട്ടുണ്ട്. നമ്മുടെ കുടയുടെയൊക്കെ കമ്പി, കുടയുടെയൊക്കെ പിടി വരുന്ന കമ്പി കേട്ടോ ഇത്. ഈ ഹോളിൽ കൂടെ നമുക്ക് ആ വയറ് ഉള്ളിലോട്ടിട്ട് കൊടുക്കാം. ഇനി നമുക്ക് പശ ഉപയോഗിച്ച് അത് ഒട്ടിച്ചെടുക്കാം. അതിൻ്റെ പിടി നമ്മൾ വെച്ച് കൊടുത്ത വയറ് ആ പൈപ്പിൻ്റെ എൻഡ് ഭാഗം വരെ നിൽക്കാൻ പാടുള്ളൂ. ആ രീതിയിൽ കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ഈ പൈപ്പും കൂടെ ഒട്ടിച്ചെടുക്കാം. ഇനി നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, സംഭവം നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറക്കാതെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമ്മൾ അടുത്ത ദിവസം തന്നെ വരുന്നതായിരിക്കും.